എന്താ കിട്ടിയോ? ഫസ്റ്റ് ഹാഫ് ഒന്ന് പോന്നാ. കുട്ടാപ്പിന്റെ കല്യാണം നോക്കണുണ്ട്. ഫസ്റ്റ് ഹാഫിന്റെ മൂക്ക് സ്റ്റിച്ചാണ്, തലയ്ക്ക് തേങ്ങ അടിയാണ്ട് മറ്റേ ഛർദിക്കുള്ള ഗുളിക വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളെ ലോക്കൽസിന് തിന്നാനുള്ള ഇതല്ല, ഇത് കുറച്ച് ലക്ഷറി ആയിട്ട് നടക്കുന്ന ആൾക്കാർക്ക് തിന്നാനുള്ള സ്പൂണാണ്. മോഡല് മോഡലായി. എങ്ങനെ കോഴി കറിയാ? കോഴി വയനാട് ഫുള്ള് കോടയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളിവിടെ മയത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ പുതിയ റിസോർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണി കഴിഞ്ഞ കുറച്ചെണ്ണം ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മളെ റൂം വരുന്നത് കേട്ടോ. ഫുൾ ലക്ഷറി റൂമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെയൊക്കെ നിൽക്കാനെങ്കിൽ കുറേ പൈസ വേണ്ടിയിരുന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഈ റൂമിന് വെറും 1000-1200 റുപ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റൂമിൽ വന്ന് നിൽക്കും. നമ്മളെ വെക്കാസ്റ്റേൻ്റെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 1000 റുപ്യ ഉള്ളൂ ഒരു റൂമിൽ നിൽക്കാൻ കേട്ടോ. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇതേപോലെ ഫുൾ ഫാമിലി ആയിട്ട് വന്നാൽ തന്നെ നിങ്ങൾക്ക് 3500 റുപ്യക്ക് നിങ്ങൾക്ക് ഫുൾ ഫാമിലിക്ക് 3 റൂമിൽ നിൽക്കാൻ പറ്റും. 3 റൂമിന് 3500 റുപ്യ റേഞ്ച് വരുള്ളൂ. പണ്ട് വീട് ഉറപ്പിച്ച വല്യപ്പേടെ ഒന്ന് 3 8 10 15 20 30. കുഞ്ഞുമണി ഇപ്പൊ ഫുള്ള് വികൃതിയാണ് അല്ലല്ലോ? നല്ല കുട്ടിയാ കുഞ്ഞുമണി? നല്ല കുട്ടിയാ കുഞ്ഞുമണി? നല്ല കുട്ടിയാ? കുഞ്ഞുമണി നല്ല കുട്ടിയാ? ചെപ്പൊന്നും വേണ്ട, നമ്മൾ പോവല്ലേ, വണ്ടിയിൽ പോവാ. പോവാന്ന് പറഞ്ഞ അവനോട് പോവാന്ന് പറഞ്ഞ അപ്പൊ എപ്പൊന്നും വേണ്ട. ചെപ്പ് വണ്ടിയിലുണ്ട്. അതാക്കണ്ട് ഗൈസ്, അമ്മ വരുന്നുണ്ട്. ഞങ്ങള് ഒരു ഫാമിലി ട്രിപ്പ് പോവാണ് വയനാട്ടിലോട്ട്. നല്ല പെരുമയത്തെ ഞങ്ങൾ വയനാട്ടിലേക്ക് ട്രിപ്പിൽ പോകണം അല്ലേ? കുഞ്ഞുമണിക്ക് സ്കൂൾ തുറക്കാനായിക്കണോ? അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഞങ്ങൾ ടൂറ് പോവാണ്. കുഞ്ഞുമണിയെ അപ്പൊ എപ്പൊന്നും വേണ്ട. ചളി ചളി നട്ടോ എന്നാ. ഗൈസ് ഞങ്ങള് ഇമ്മ എലട ഉണ്ടാക്കിയിരിക്കണു. എലടയും കൊണ്ടൊക്കെയാണ് പോണത്. പോലെ 7 മണിക്ക് പോകണമെന്നാണ്. 11 മണിയായി. എവിടെ ബീവി? എവിടെ ബീവി? എന്താണ്? ചളിയാക്കിയില്ലപ്പച്ച്. ഗൈസ് കുട്ടാപ്പിന്റെ കല്യാണം നോക്കണുണ്ട്. കുട്ടാപ്പിന്റെ കല്യാണം നോക്കണ്ട്. പെൺകുട്ടികളുണ്ടെങ്കിൽ പറയുക. സിംഗിളാണ്. അത് കഴിഞ്ഞിട്ട് വാവന്റെ ഉണ്ട്. വാവന്റെ കുട്ടാപ്പിന്റെ ഒരുമിച്ച് ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. പോലെ എന്ത് പ്ലാന്? എന്ത് പ്ലാനില്ല? ഞങ്ങളെ ബോളിവുഡ് നടനാണ് കുട്ടാപ്പി. അല്ലെങ്കിൽ പോരുന്നുണ്ടോ? ഫസ്റ്റ് ഹാഫ് ഒന്ന് പോന്നാ. എവിടെ അഭിനയോ ഫസ്റ്റ് ഹാഫ് ബേബി കം ഓൺ. എന്നൊന്ന് കാണട്ടെ എവിടെ ഗൈസ്. ഫസ്റ്റ് ഹാഫ് ബേബിന്റെ മൂക്ക് സ്റ്റിച്ചാട്ടോ. ഫസ്റ്റ് ഹാഫ് ബേബിന്റെ മൂക്ക് സ്റ്റിച്ചാണ്, തലയ്ക്ക് തേങ്ങ അടിയാണ്ട് മൂക്ക് ഇപ്പൊ സ്റ്റിച്ച് ഇട്ട് ഗൈസ്. കാണിച്ചു കൊടുക്കേ, സ്റ്റിച്ച് കാണിച്ചു കൊടുക്കേ. ഉണ്ട് സ്റ്റിച്ച് ഉണ്ട് ഗൈസ്. കേട്ടോ മൂക്ക് നോക്കികളെ 4 സ്റ്റിച്ചാണ് ഗൈസ് മൂക്കുമേ. നോക്കട്ട് കാണിച്ചു കൊടുക്ക. എവിടെ? ഓയ് ഞാനും വേണ്ട. മരുന്ന് വാങ്ങാനല്ലേ? മരുന്ന് വാങ്ങി പോ. എന്താ എന്താണ് ഞാൻ കൊറേ നേരം ഈ ബാഗ് കൂട്ടി നിൽക്കണു. ബാവതൊന്ന് കൊണ്ടേക്ക് ബാവേ. ഒന്ന് പോന്നാണ്. 7 മണിക്ക് പോവാറുണ്ട്. ഓരോരുത്തർ നീച്ചിന് തന്നെ 10 മണിക്കാ. അപ്പൊ കുഞ്ഞുമണിക്ക് നേരത്തെ നീച്ച് പറഞ്ഞു കൊടുത്തോളൂ വലിക്ക്.
ആ കോട എടുത്തോ കുഞ്ഞു കുട്ടൂസേ കൊടുക്ക അന്റെ പച്ചി പോരണോ ഉണ്ടോ ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പല്ലേ അല്ലേ കുട്ടി കൂടെ ആദ്യത്തെ ട്രിപ്പാ ഇന്നാളത്തേക്കൊന്നും ചെല്ലേ ആഹാ ഓരോ പോക്കിന് ആദ്യത്തെ ട്രിപ്പാണ് കണ്ണൂർക്കുള്ളത് അതിലങ്ങനെ പോയി പോതോ പിന്നെ നമ്മള് പോണത് എന്നാ വേഗം കയറും വണ്ടി കയറും ഉച്ച കൊടുക്ക പോണേ ആ എന്താ കുഞ്ഞുമണിക്ക് ഞാനും വേണ്ട ചെരുപ്പോടെ കുഞ്ഞുമണി നടക്ക് ആ പോ ബാ ആ ഇജുണ്ട് ഇജ് വാ ആ മായ ഉണ്ട് അയ്യോ മായ ഇനി എന്താ കാട്ട് കുഞ്ഞുമണിയാ അതാ അതിന്റെ കൊടയും കുട്ടൂസിന്റെ കൊടയൊക്കെ കുഞ്ഞാമിനെ അവിടെ എന്തൊക്കെയോ കാട്ടുന്നുണ്ട് ഗായ് കുഞ്ഞാമിനെ ഫുൾ ഫ്രീക്ക് ആയിക്കൊണ്ടോ മാമന്നല്ല ഓൾട്ട് തന്നെയാണ് ഇത്ര ഒരു ദിവസം നിക്കാൻ പോണിനാണ് ഈ കണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് പോണ് എന്താ എന്റെ പ്രശ്നം ഇജ്ജ് പോരണ്ട ഓയ് ആ കോട്ടെ ഞോഞ്ഞോ എന്തിനാ കൊടാ അതിനാ ആ ഓ നിർത്തി തരും ഒന്ന് കണ്ട നിർത്തി കൊടുക്കണം ആ കൊടാ കൊട കൊട ആ കൊട കൊടുക്ക് ശരിക്ക് ചൂട് ശരിക്ക് ചൂട് ഇങ്ങനെ നിലത്ത് വെക്കല്ലേ ഇതാ ഇങ്ങനെ പിടിച്ചട്ടോ ആ അതാ മേ കണ്ണിലൊക്കെ ഇപ്പൊ കുത്തും ആ കൊടാ ബാവേ അയ്യോ ആ ഓന്റെ കൊട കൊടുത്ത ഒന്ന് പോന്നാണി അല്ലോ എഴുന്നള്ളൂ കേറി ആ കേറി വണ്ടി കേറി അപ്പൊ ഗായ്സ് ഞങ്ങള് വയനാട് പോവുകയാണ് അപ്പൊ ഗായ്സ് ഞങ്ങള് വയനാട് ഇവിടെ പോവല്ലേ ആ കൊറേ ഇമ്മ വരെ ട്രോൾ ചെയ്ത് പെരുന്നാൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ലേ ഇതൊന്നും ഇടൂലല്ലേ ഇതെന്തായാലും ഇടും കുഞ്ഞുമണിയാ വാ പോവാ ടാറ്റെടുത്താ പെരുന്നാൾ വീഡിയോ പടുത്തിടും ഗൈസ് ഇല്ലേ ഇമ്മക്ക് മറ്റേ ഛർദിക്കുള്ള ഗുളിക വാങ്ങിയിട്ടുണ്ട് ഇപ്പ അതെന്തായാലും നമ്മളെ സ്വന്തം സിനിമ റിലീസായിട്ട് അത് കണ്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളെ സ്വന്തം മക്കൾ ഇത്രയും നല്ലൊരു സിനിമയില് വർക്ക് ചെയ്തിട്ട് ലേട്ടാപ്പിയ
ഇങ്ങനത്തെ സ്റ്റോറിയാണ്. അതെ, അത് നല്ല ശരിക്കുള്ള സ്റ്റോറിയാ. ഇമ്മ പണ്ട് 2013 ദൃശ്യം കണ്ടിട്ട് പിന്നെ ഇപ്പോഴേ കാരണം സിനിമ കാണാൻ പോകണം. ദൃശ്യം പെരീന്ന്. എന്നിട്ട് അന്ന് ഇമ്മ മോഹൻലാലിനെ കുറ്റം പറഞ്ഞിരുന്നു. ഓല് കൊന്നുകാണ്ട് എന്നിട്ട് പോലീസുകാരെ കബളിപ്പിക്കണ്, ഇതല്ലേ നാട്ടിൽ നടക്കണതൊക്കെ പറഞ്ഞിട്ട് മോഹൻലാലിന് ചീത്ത പറഞ്ഞിരുന്നു. ഓലല്ലേ കൊന്നത്, എന്നിട്ട് എന്താ ഓല് ഇങ്ങനെ പോലീസിനെ ഇതാക്കണെന്നൊക്കെ പറഞ്ഞാണ്ട്. അല്ല ഇമ്മ പറഞ്ഞതില് കാര്യണ്ട്. അപ്പൊ ഞങ്ങള് വർക്ക് ചെയ്ത ഒരു സിനിമ റിലീസ് ആയിക്കണു ഗൈസ്. നരിവേട്ട ടോവിനോണ് അഭിനയിച്ചിരുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മളെ പിന്നെ സിനിമ നമ്മള് കാണണ്ടേ. ആന്ന് അപ്പൊ ഗൈസ് ഞങ്ങള് വർക്ക് ചെയ്ത സിനിമ കൂടി പോകുന്നുണ്ട്. വയനാടാണ്. സൂപ്പർ സിനിമയാണ്. എല്ലാരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. ഗൈസ് കുഞ്ഞുമണി ഇവിടെ ഒരു ഷോപ്പിൽ വന്നിട്ട് ഫുൾ അലമ്പുണ്ടാക്കണ്ടേ. നോനോ നോനോ ഹോട്ടലിലാ ഇവിടെ അമ്മന്റെ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. എടാ കുഞ്ഞു കുട്ടൂസാ നോക്ക് നോക്ക്. ഇതാ തണുപ്പിനുള്ളത്. ഇതോ അത് നല്ല തണുപ്പേക്കാരം. ഇതൊക്കെ തണുപ്പ്. ഇത് ചൂടിനുള്ള രസമൊന്നുമല്ല. പാമ്പസ് ഇതിപ്പോ എന്താ കളി? നോനോ അത് കാക്കാര വണ്ടിയാണ്. കുടിച്ച ജമിക്കാനല്ലേ അറിയിക്കാം. പുതിയ വണ്ടിയാണ്. അത് സ്റ്റാർട്ടാവില്ല. ആനേ അവിടെ ആനല്ലേ. ഇവിടെ ആനുണ്ട്. അത് പോയിക്കോർന്നു. എൻ്റെ കുട്ടികൾക്ക് എൻ്റെ വണ്ടിയാണ്. എൻ്റെ പോയിക്കോർന്നു. ഉള്ള വണ്ടിക്ക് തന്നെ കണക്കില്ല. ഞാൻ ഇവർക്ക് ചവിട്ടിട്ടോ പൊട്ടിച്ചും. കുഞ്ഞുമണി നോനോ നോനോ എടാ ഒരു കടയിൽ വന്നിട്ട് നിങ്ങൾ കാട്ടുന്ന പരിപാടി അത് വാങ്ങിട്ട് കളിച്ചാൽ തിരക്കില്ല. എന്തായി കിട്ടിയോ? ഇതൊക്കെ നല്ല തണുപ്പുണ്ടാവും അല്ലേ? എന്നാ പോ ആ കുഞ്ഞുമണിയൊക്കെ എടുത്തിട്ടോ. അവിടെ മുട്ടിച്ചല്ലേ ബാവേ അടുത്ത എന്റെ മണ്ടക്ക് ആ അത് പൊട്ടിച്ചാ നിങ്ങൾ എന്റെ തലയിൽ കിടും. അതിനുള്ള പരിപാടി. ഓട്ടിക്കോട്ടെ ആ ഓട്ടിക്കോട്ടെ. അതെ പറയാ എന്റെ തലയിലാവോ. നോനോ കുഞ്ഞുമണി നോനോ. അതാ അതില് കയറി അടുത്ത് കണ്ടപ്പോ ഓളൊക്കെ ഇങ്ങനത്തെ കടിക്ക് കൊടുന്നാലേ. നോനോ കുഞ്ഞുമണി നോനോ നമുക്ക് പോവാ. വാ പോവാ നമുക്ക്. വാ ആന 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 അവിടെ ഉള്ള ആന പോരെ. ഒരാനയും വാങ്ങണ്ട. കൊട ഉണ്ടോ ഇവിടെ? കൊട അവിടെ വെച്ചാ അതിന് പൊട്ടു രണ്ടെണ്ണോ എന്തിപ്പോ കഥ? അതിപ്പോ ചാലിയാക്കല്ലേ.
ഓള് വണ്ടി കയറി പോവാ ചാലി ആക്ക കവറിലിട്ട് കവർ വാങ്ങാൻ പോകണ്ട് അത് ഞാൻ മുഴുവൻ റെഡി റെഡി പറച്ചോനെ ഉടായിപ്പ് ആവാജി ഓ പല്ല് വണ്ടി തന്നെയാണ് ഗൈസ് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്നതാണ് തമിഴ് ബക്കറ്റ് ബിരിയാണി തമിഴ് കല്യാണ ബിരിയാണി ഒരു ബക്കറ്റിലൊക്കെ ബിരിയാണി ഉണ്ടോന്നുണ്ട് അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ താമരശ്ശേരി സൈഡാക്കിക്കണു ഗൈസ് കുട്ടിപ്പട്ടാളൊക്കെ ആ അമ്മൻ്റെ സൈഡിലേക്ക് തട്ടിക്കണു അമ്മ ഇവിടെ ഫുള്ള് ഉടായ്പാണ് ആ എല്ലാ കുട്ടികളൊക്കെ ഇപ്പൊ പനി ഉമ്മമാരുടെ അടുത്തേക്കും തട്ടും എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഫ്രീ ആയി നടക്കും കുഞ്ഞുമണി ചൂടുള്ള നിത്യം ഇത് നിങ്ങളെ ലോക്കൽസിന് തിന്നാനുള്ള ഇതല്ല ഇത് കുറച്ച് ലക്ഷറി നടക്കുന്ന ആൾക്കാർക്ക് തിന്നാനുള്ള സ്പൂണാണ് ഉമ്മ എന്തല്ല എല്ലാം ഇവിടെ സ്പൂൺ വെച്ചാണ് സ്പൂണോട് തലക്ക് മറന്നു നോക്കോ ഓളൊക്കെ അറിയില്ല അതിൻ്റെ കൂടെ ഇട്ടില്ലേ അത് കിട്ടൂല പിന്നെ അക്കത്ത് വേണോ കൈ വേണോ ആര് വീരാന്ത് മമ്മന്റെ ഫുൾ മമ്മക്കാണോ വീരാന്തൊക്കെ ഇവിടെയാ ഇങ്ങോട്ട് പോയി പിടി മോഡല് മോഡലായി ഊരിലെ ജോണിയെ കുപ്പായ ശരിക്കിട്ട അങ്ങനല്ല അതാ ശരിക്കിട എന്ത് ചടങ്ങിക്കാത്തായി അത് ശരിക്കിട്ട കൈയിട്ട നിന്നോട് കൈയിട്ട ഗായ്സ് കബാബ് മന്തി ഞാൻ ആദ്യമായി കബാബ് മന്തി ആദ്യമായിട്ടോ ഫസ്റ്റാണ് ഇപ്പൊ ചോറാണ് പോലെ അവാജി അവാജി കയറൂ കുഞ്ഞുമണിയെ എങ്ങനെ ആനക്കറിയാ എങ്ങനെ ശരിക്കും കാണിച്ചോണ്ടാ എങ്ങനെ പൂച്ച എങ്ങനെ കറിയാ മാനോ മാനും അങ്ങനെ കറിയാ എങ്ങനെ കോഴി കറിയാ കോഴി അങ്ങനെ കോഴി കറിയാ ബോബോ എങ്ങനെ കറിയാ അതെ മിമിക്കറി കൂടണോ നായി നായി നമ്മൾ ഇന്നാളെ വയനാട് പോയപ്പോ എന്തൊക്കെ കണ്ടേ കോഴി പിന്നെ പിന്നെ എന്തൊക്കെ കണ്ടേ ആ മാന് പിന്നെ പിന്നെ കൊരങ്ങനെ കണ്ടോ ആ പിന്നെന്താ കണ്ടേ ആനെ ആ പാമ്പിനെ കണ്ടേ പാമ്പ് പാമ്പ് എങ്ങനെ കറിയാ പാമ്പ് എങ്ങനെ ഈയ
ആ അങ്ങനെ പാമ്പ് കുഞ്ഞുമണിയെ കോട കോട ആ കോട വെള്ളൂ കുഞ്ഞുമണിയെ എവിടെ കോട ആ കോട കളിച്ചിട്ട് വന്നു വയനാട് ഫുള്ള് കോടയാണ്. ഗൈസ് നമ്മളങ്ങനെ നമ്മളെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ റിസോർട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വയനാട്ടിലെ പുതിയ റിസോർട്ടാണ് ഗൈസ്. ഗൈസ് നമ്മളെ റിസോർട്ട് നല്ല അടിപൊളി പുതിയ റിസോർട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോസ് മഴ ചോർന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല സൂപ്പർ റിസോർട്ടുകളാണ് ഗൈസ്. 32 റൂമുണ്ട്. ഗൈസ് അങ്ങനെ ഞങ്ങളിവിടെ മയത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ പുതിയ റിസോർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണി കഴിഞ്ഞ കുറച്ചെണ്ണം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നിൽക്കാൻ ഞങ്ങൾ വന്നു കേട്ടോ. അപ്പോൾ ഫുൾ റിസോർട്ടിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു വില്ലൻ്റെ ഉള്ളിൽ കേട്ടോ. ഇങ്ങനത്തെ കുറേ ഉണ്ട്. ഇങ്ങനത്തെ 31 ഉണ്ട് കേട്ടോ. ഇതാണ് കുഞ്ഞുനോട് വലിഞ്ഞ് കയറുന്നുണ്ട്. ഇതാണ് നമ്മളെ റൂം വരുന്നത് കേട്ടോ. ഫുൾ ലക്ഷറി റൂമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെയൊക്കെ നിൽക്കാനെങ്കിൽ കുറേ പൈസ വേണ്ടിയിരുന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഈ റൂമിന് വെറും 1000-1200 റുപ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റൂമിൽ വന്ന് നിൽക്കാം. നമ്മളൊരു മെമ്പർഷിപ്പ് ഉണ്ട്. ഇതാണ് ഗൈസ് പുതിയ ബാത്റൂം, പുതിയ പ്രോപ്പർട്ടി കേട്ടോ, ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളെ വെക്കാസ്റ്റേൻ്റെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 1000 റുപ്യ ഉള്ളൂ ഒരു റൂമിൽ നിൽക്കാൻ കേട്ടോ. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇതേപോലെ ഫുൾ ഫാമിലി ആയിട്ട് വന്നാൽ തന്നെ നിങ്ങൾക്ക് 3500 റുപ്യക്ക് നിങ്ങൾക്ക് ഫുൾ ഫാമിലിക്ക് 3 റൂമിൽ നിൽക്കാൻ പറ്റും. 3 റൂമിന് 3500 റുപ്യ റേഞ്ച് വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ശരിക്കും പറഞ്ഞുതരാം. എങ്ങനെയുണ്ട് മാറി റിസോർട്ട്? എങ്ങനെയുണ്ട്? അത് തണുപ്പോ? റിസോർട്ട് എങ്ങനെയുണ്ട്? സാറാണ് അത് എങ്ങനെയുണ്ട്? സൂപ്പർ. നല്ല കാലാവസ്ഥയാണ് ഗൈസ്. ഫുൾ വൈബാണ്. നമ്മളെ സുബിനും ടീമൊക്കെ അവിടെ ഉണ്ട്. റൂമിൽ നിന്നുള്ള വ്യൂ ആട്ടത് പൊള്ളി ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ റിസോർട്ടിൻ്റെ ഒരു ടോട്ടൽ വ്യൂ. ഇനിയും പണികൾ മേലെ നടക്കുന്നുണ്ട്. ഇനി ഒരു പൂള് കാണിച്ചു തരാം. നമ്മളെ ഒരു കിഡിലൻ പൂളാണ് ഗൈസ്. അതുപോലെ ഈ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഹെലിക്യാം വ്യൂ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇവിടെ നല്ല കിഡിലൻ പൂള് കിടക്കുന്നുണ്ട്. മോനെ എജാതി പൂള് സെറ്റല്ലേ സുബിനെ? ഇപ്പോൾ ഇത്രയും ലക്ഷറി റിസോർട്ടിൽ നമുക്ക് നിൽക്കണമെങ്കിൽ എത്ര റുപ്യ ചിലവ് വരും? മിനിമം ഒരു 6000 പ്ലസ് മേലേക്ക് പോകണം ഒരു റൂമിന്. ഒരു സ്റ്റേക്ക്. പക്ഷെ നമ്മളെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ എത്ര വരും? 9999. എത്ര വർഷത്തേക്ക്? 3 വർഷത്തിൽ 9 സ്റ്റേ ആണ് നമ്മൾ 9 സ്റ്റേ. ഇവിടെ ഇപ്പൊ ഇതല്ല ഇനി വേറെ റിസോർട്ടിലാണെന്നുണ്ടെങ്കിലും ഒരു റൂമിന് വരുന്നത് മിനിമം 5000-6000 എവിടെയാണെങ്കിലും റിസോർട്ടിന് വരും. ആ സംഭവം ഒരു സ്റ്റേക്ക് 1000 റുപ്യ റേഞ്ചിൽ നമ്മൾ കൊടുക്കും. അതാണ് വെക്കാസ്റ്റേ. എന്നുവെച്ചാൽ 1000 റുപ്യക്ക് ഒരു സ്റ്റേക്ക് ഫാമിലി ആയിട്ട് ഫുൾ ഏതൊരു മിഡിൽ ക്ലാസ് ആൾക്കാരെയും അല്ലെങ്കിൽ ഏതൊരു താഴെയുള്ള ആൾക്കാരെയും എന്താണ് ആഗ്രഹമാണ് ഫുൾ ഫാമിലി ആയിട്ട് ഒരു റിസോർട്ടിലേക്ക് ട്രിപ്പ് പോകാന്നുള്ളത്. അപ്പോൾ മിനിമം എത്ര ചിലവ് വരും? ഒരു 20,000 റുപ്യൻ്റെ അടുത്ത് റിസോർട്ടിന് ചിലവ് വരും. ആ സംഭവം എന്താണ്? 3 കൊല്ലത്തിന് നിങ്ങൾക്ക് 10,000 റുപ്യ 3 വട്ടം ട്രിപ്പ് പോവാം ഫാമിലി ആയിട്ട്. നിങ്ങൾക്ക് ഒരു വട്ടം വന്നാൽ തന്നെ ഈ പൈസ മുതലായി. ഇപ്പൊ അടുത്ത് എൻ്റെ ഒരു ആളോട് ചോദിച്ച് നിങ്ങളെ മെമ്പർഷിപ്പ് വേണ്ട, നിങ്ങൾക്ക് മറ്റേ ഇത് മതിയാവും, 3 റൂം വേണം. നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കല് ലാഭോ 18,000 റുപ്യ. മെമ്പർഷിപ്പ് വേണ്ട. അപ്പൊ ഞാൻ നിങ്ങൾ മെമ്പർഷിപ്പ് കുറച്ച് നിങ്ങൾക്ക് ലാഭം അതല്ലേ? ഞങ്ങൾക്ക് അടുത്ത വർഷം ഒന്നും നിൽക്കാല്ല. നിങ്ങൾ നിൽക്കണ്ട. നിങ്ങൾ ഇക്കൊല്ലം നിന്നാൽ തന്നെ പൈസ അതല്ലേ ലാഭം. അപ്പൊ ഇത് ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ കുറെ ആൾക്കാർ വിചാരം ഇത് ഒരാൾക്കാന്നുള്ളതാണ്. പക്ഷെ ഇത് ഒരാൾക്കല്ല, ഒരു ഫുൾ ഫാമിലിക്കും അല്ലെങ്കിൽ ഒരു കപ്പിളിനും. ഇപ്പൊ നിങ്ങൾ കപ്പിള് മാത്രമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് എന്താ പറയാ, നമ്മളെ പല ഊട്ടിയിലും വയനാട് മൂന്നാർക്ക് റിസോർട്ട് ഉണ്ട്. ഇവിടെയൊക്കെ പോയിട്ട് ഓരോ വർഷവും
താമസിക്കാം. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ വരും ഇതിലിങ്ങനെ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതാണ് നമ്മൾ ഒരു ഓവറോൾ വ്യൂ ഉള്ളത്. അതുപോലെ അവിടെ മേലെ പണിയെടുന്നുകൊടുക്കുന്നുണ്ട്. അവിടെ നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു ഏരിയ അവിടെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു കിഡിലൻ ലക്ഷറി പ്രോപ്പർട്ടി. വെറും 1000 രൂപയുള്ളൂ നിങ്ങൾക്ക് ഒരു ലോഡ്ജിൽ നിൽക്കുന്ന പൈസ ഉള്ളൂ ഇത്രയും വലിയൊരു പ്രോപ്പർട്ടിയിൽ നിൽക്കാൻ. ഗായ്സ് കുഞ്ഞുമണി പൂളിക്കും പായുണ്ട്. എടുക്കാ കുഞ്ഞുമണി കണ്ടാ പൂളിക്കോ? ആ എന്നാ കയറേ. ആ പോട്ടെ പോട്ടെ പോട്ടെ. ഓളെ പൂളിക്ക് തള്ളിട്ടോ. കൈ പോരിട്ടോ. കൈ അങ്ങനെ വലിച്ചല്ലോ. നീന്തിക്ക കുഞ്ഞുമണി നീന്തിക്ക. കുഞ്ഞുമണി നീന്തിക്ക. ഏതാ പതിക്കാളി? ഈ തണുപ്പത്ത് മയത്ത് നിങ്ങൾക്ക് വല്ല പിരാന്തും ഉണ്ടോ പൂൾക്കിറങ്ങാന്? ചാടി കളിച്ച. ആ യോ യോ യോ. കുഞ്ഞിക്കുട്ടൂസ എവിടെ കിടക്കണേ? അവിടെ ഇരുന്നാ മതി. അമ്മ ടൂറിസ്റ്റ് അല്ലേ? ഇപ്പൊ വേണ്ട. ഇപ്പൊ അതിലെ പോയിട്ട് ഇവിടെ പെരുത്തോളി. ഇപ്പനെ കൊണ്ടോണ്ട. വേണ്ടല്ലോ. വേണോ? ഇപ്പൊ പോണോ? നമുക്ക് അവിടുന്ന് കയറിട്ടോ. ഇപ്പൊ അവിടെ മേലുണ്ട് ഇപ്പ. അവിടെ മേലുണ്ട് കേട്ടോ. അവിടുന്ന് കയറിട്ടോ. മമ്മി വേണ്ട. എവിടെ ഇപ്പൊ പോടെ? കേറോ? വേണോ? ഇപ്പൊ പോണോ? വേണോ? വേണ്ട. ഇപ്പൊ പോണ്ട. ഇപ്പൊ പടന്നോട്ടെ. ഇപ്പൊ പടന്നോട്ടെ. അപ്പൊ അപ്പ അവിടെ അല്ലേ? പപ്പ ഗൈസ് ഞങ്ങളങ്ങനെ സിനിമ കണ്ടിറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയതാണ്. അത് വേണ്ട സിനിമ ഉണ്ട്. പൊള്ളിയ സൂപ്പറാ കരഞ്ഞി. ഈ കണ്ണിന്ന് ചെറുതായിട്ട് വെള്ളം വന്നിട്ടുള്ളൂ. വന്ന് ഫസ്റ്റ് ദിവസം നല്ല കരച്ചിലെറിഞ്ഞത് അല്ലേ? കുട്ടാപ്പി പിന്നെ ഇമോഷണൽ ഇല്ലാത്തതുകൊണ്ട് കരച്ചിൽ വരില്ല. ഇപ്പൊ ഉണ്ട് അവിടെ തേങ്ങി എന്നുള്ള ചോദിച്ചോളൂ. ഇല്ലപ്പാ ഇഷ്ടപ്പെട്ട പടം? ഇഷ്ടപ്പെട്ടില്ലേ? ഗൈസ് ഞങ്ങളങ്ങനെ മാങ്ങ ഉപ്പുരുമ്പാൻ പോവാണ്. മാങ്ങ ഇട്ടുണ്ട്. നോക്ക് 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 നോക്ക്. ഇതാ കുഞ്ഞുമണ്ണെ പിടിച്ചോ. കുഞ്ഞുമണ്ണെ പിടിച്ചോ. കുഞ്ഞുമണ്ണെ പിടിച്ചോ. കുഞ്ഞുമണി 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 പിടിച്ചു കുഞ്ഞുമണി കൊണ്ടേക്കോ. ഡാൻസ് കളിച്ചേ? നീച്ച് കളിച്ചേ? ബുഗല്ലേ ബുഗാതെ കളിച്ച്
അതിന്റെ പിടിയെ ഈറ്റ പിടിയെ അച്ചികത്ത കൂട്ടാനിയെ മാമു അച്ചികത്ത കൂട്ടാ പിടിയെ അവിടെ മാമു ഇതാ ഡാൻസ് കളിച്ചേ ആരെ വണ്ടി കയറിയെത്തിയേ പാവല്ല ഏതോട്ടെ എടുത്തി ഡാൻസ് കളിച്ചാ ആ പോളൂ ഡാൻസ് പണ്ട് വീട് ഉറപ്പിച്ച വല്യപ്പേടെ കുഞ്ഞുമ്മ ഡാൻസ് കളിച്ചാ മൂടുക്കി കളിച്ചാ ഇജ്ജ് ബുഗല്ലേ ബുഗാതെ കളിച്ചാ ആ ആ കുലിക്കേ അമേലിയ ഇജ്ജ് നോള് വിളിച്ചാ എന്നാ എണ്ണിക്ക എണ്ണ എണ്ണിക്ക സാറ്റ് 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 എവിടെ എണ്ണ 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 ഒന്ന് രണ്ട് മൂന്ന് നാല് ആയോ ആയോയ്ക്ക് ആയോ ആയോ ഓടിക്കോ 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 ആയോ ചോദിച്ചേ ആയോ ആയോ അവിടെ പോയി വേഗം ആയി ആയി എണ്ണ 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 കൂടെ വാവാ വാവാ സാറ്റടിച്ച് സാറ്റടിച്ച് ആ സാറ്റ് ആ സാറ്റ് ഇപ്പൊ ഞാൻ എണ്ണട്ടാ ഒച്ചോ 1 3 7 10 11 ആയോ 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 ആയി ആയി ആയോ ആയി കുഞ്ഞുമണിയോടെ അവിടെ ആ എണ്ണ 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 നിങ്ങൾ ഒഴിച്ചു കയറേ മക്കള് അതിൽ കാട്ടില്ല ഒളിച്ചിക്ക് 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 അതൊന്നും വർക്ക് ചെയ്യില്ല ഇല്ല അതിന് ഇതായിട്ടില്ലേ അത് ചാനൽ കയറ്റില്ല ആരെണ്ണേ 1 3 7 8 10 15 20 30 ഇപ്പടി ആയോ ആയോ ആയി ആയോ ആയി
ടാറ്റ് ഗൈസ് സമയം രാവിലെ 8 മണി. ഫസ്ന ഫെബി എണീറ്റിട്ടുണ്ട്. ഹലോ ഫസ്ന ഫെബി സെലിബ്രിറ്റി കമോൺ. നമ്മളെ റിസോർട്ടിലെ വർക്കേഴ്സ് വന്നിട്ടുണ്ട്, പെയിൻറ്റിങ് പണിക്കാർ അങ്ങനെയുള്ള ടീംസൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള റൂമുകളൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റെഡി ആയത് ഈ കാണുന്ന 5-6 റൂമാണ്. ബാക്കി ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ ആയിട്ട് റെഡിയാവും. 31 റൂമാണ് ടോട്ടൽ ഉള്ളത് കേട്ടോ. അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുബിൻ ചായ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. കാരണം റെസ്റ്റോറൻറ്റിൻ്റെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. പോകണ്ട, വള്ളത്തേക്ക് പോകണ്ട. ഐ ലവ് യു എന്നെ വിടുന്നില്ല. ഐ ലവ് യു അവണ്ട അവ കൊണ്ട അങ്ങനെ പോയിക്കോ. ഗൈസ് ഞങ്ങൾ അങ്ങനെ മസാല ദോശ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനോട് മസാല ദോശ കഴിക്കുന്നുണ്ട്. ആര് എത്താ മൂലക്ക് പോയിക്കണേ. ഇന്നൊക്കെ പെരുന്നീന്തലാട്ടോ. കുട്ടൂസേ ഓടല്ലേ അവിടെ പോകും, വൈക്ക് പോകും കേട്ടോ. ഓടണ്ട, അവിടെ നിന്നു. ഞാനിപ്പോ ഒന്നും കാട്ടൂല. കുഞ്ഞുമണി കുട്ടൂസിന് ഇതാ മയം കൊണ്ട് നടക്കണില്ല. കുഞ്ഞുമണിയാ മയ ഗൈസ് അങ്ങനെ നമ്മളെ കുഞ്ഞുമണി പുതിയ ഉപ്പായൊക്കെ ഇട്ട് വന്നു. മാമ വെച്ചോ കുഞ്ഞുമണി? എപ്പോ ഞങ്ങള് മാമ വെച്ചാൻ പോവാണ്. മാമൂടെ തിന്നോ? ഇല്ല. ഇനിപ്പോ പപ്പൊന്നും വെച്ചില്ലല്ലോ. നമ്മള് മാമ വെച്ചാൻ പോവല്ലേ? അനക്ക് മാത്രം കിട്ടി മാമു? അനക്ക് മാത്രം മാമൂട്ടി? കാക്കൂനും കിട്ടിയോ? നമുക്ക് പോവാ, മമ്മ അടുത്ത് പോവാ. നമ്മ നാട്ടിക്കാണ്. മമ്മ അടുത്തേക്കില്ലേ? ഇല്ല, നമുക്ക് പൂ വിളിച്ചാടാ. അവിടെ വെള്ളു ചാടാ. വെള്ളത്ത് പോവാ. കുഞ്ഞുമണി ഇടൂലോ. വെള്ളു അവിടെ വെള്ളുണ്ട്. ഇനിക്ക് വെള്ളു പേടിയാ? നോനോ പേടിച്ചണ്ട. നോനോ പേടിയില്ലായിരുന്ന പോണോ? അങ്ങനെ ഞങ്ങളിവിടെ പെരയിലെത്തിക്കുന്നു കേട്ടോ. പെരയിലേക്ക് എത്തിയാർന്ന അവിടെ ജന്തുണ്ട്. അപ്പൊ ഗൈസ് എല്ലാവരും ഇപ്പൊ പെരയിലെത്തി. ഫുള്ള് മഴയാണ്. അവിടെ നിന്ന് ഇവിടെ പോകുന്ന ഇവിടെ തോളം ഫുൾ മഴയായി ഗൈസ്. ജന്തു അതിനിപ്പോ പിടിച്ചാണ്ട് പുറത്ത് കിട്ടാം.